ജോർജ് ദ സിംഗർ. അധ്യായം 2. 12.5 പവൻ അഥവാ 101 ഗ്രാം. ഒരു 916 കഥനകഥ. നിർത്ത്. ചന്തയെന്ന് വിചാരം പള്ളിമുറ്റത് സംസ്കാരമില്ലാത്ത വഹകള്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പെൺകുട്ടിക്ക് 101 പവൻ സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞോ? ഇല്ലച്ചോ, ആകെ 12.5 പവൻ കൊടുക്കാനുള്ള ത്രാണിയേ ഉള്ളൂ. ഉള്ളത് മുഴുവൻ എന്റെ മോളുടെ ദേഹത്തുണ്ട്. 12.5 പവൻ. ഈ പറഞ്ഞത് പച്ചക്കള്ളവാ. ഞാൻ എന്റെ ഈ കാതുകൊണ്ട് കേട്ടതാ 101 പവൻ തരാമെന്ന്. അത് തരാതെ ഈ കല്യാണം നടക്കില്ല. ഞാനാ പറഞ്ഞ മിണ്ടാതിരിക്കാൻ. എന്നാ പിന്നെ 23 ലക്ഷം അച്ഛന്താ, അല്ലെങ്കിൽ 101 പവനോ? വിടില്ല ഞാൻ. ഒരു പെൺകുട്ടിയുടെ കാര്യല്ലേ, ഒന്ന് മനസ്സ് മാറ്റിക്കൂടെ? അച്ഛൻ അവളോട് പറ മനസ്സ് മാറ്റാൻ. ഞാനല്ലല്ലോ തെറ്റുകാരി. ഞാൻ പഞ്ചപാവോ അച്ചോ. എന്റെ ജോർജ് പുണ്യാളാ, ഇതിനൊരു വഴി കാട്ടണേ. അച്ഛൻ ഇതിനൊരു പരിഹാരം കാണണം. അതിപ്പോ ഇനി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരാൾക്കേ സാധിക്കൂ. ആർക്കാച്ചോ? ജോർജേട്ടന് മാത്രം. പുണ്യാള, നിന്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ആരെയും കൈവിടല്ലേ. ആമേൻ. ഹലോ, എന്താച്ചാ പ്രശ്നം? ഓ ശരി, ഞാനിതാ വന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താച്ചോ പ്രശ്നം? പ്രശ്നം സ്ത്രീധനമാണോ? ആരാ നിങ്ങൾ? ഞാൻ സോണിച്ചൻ. അയ്യോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കൊച്ചച്ഛൻ. അതെ, അത് കൊച്ചച്ഛനല്ല, സോണിച്ചൻ. വരൻ. ഓ, അപ്പ യവനാണ് വില്ലൻ. വില്ലൻ സ്ത്രീധനുണ്ട് ജോർജേട്ടാ. അത് തന്നെ അച്ചോ ഞാനും പറഞ്ഞത്. സ്ത്രീധനം ചോദിക്കരുത്, കൊടുക്കരുത്, വാങ്ങരുത്. താനാരാ ശ്രീനാരായണ ഗുരുവാ? താൻ ഇതിൽ ഇടപെടണ്ട. ഇടപെടണം. എന്റെ മോളുടെ ജീവൻ മരണ പോരാട്ടമാ. 101 പവൻ സ്ത്രീധനം പറഞ്ഞതാ. ഇപ്പൊ 12.5 പവനേ ഉള്ളൂ. പറ്റിച്ചില്ല എന്റെ മോനെ. അല്ല, പച്ചക്കള്ളം. 12.5 പവനെന്നാ ഞങ്ങള് പറഞ്ഞത്. എന്താ മോളുടെ പേര്? ഏഞ്ചൽ. ഇങ്ങോട്ട് വന്നേ. എടാ കർമ്മമ്പത്തെ നിന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ. കണ്ടാടാ, മാലാഖയാടാ അവള്, മാലാഖ. നീ എന്ത് പറയുന്നു? അവളുടെ മുഖത്തോട്ട് നോക്കടാ. എനിക്ക് അവളെ വേണ്ട. താൻ എന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ വീണെന്ന് പറഞ്ഞല്ലോ ആദ്യം. തലകറങ്ങി വീണെന്നാ പറഞ്ഞത്. അന്ന് വീണിട്ടേ മനസ്സമ്മതത്തിന്റെ അന്നാ ചെക്കൻ എണീറ്റത്. അതെ. എന്റെ മോളെ കൈവിടരുത്. എന്റെ മോളെ രക്ഷിക്കണം. മോള് വിഷമിക്കണ്ട. മോക്ക് താങ്ങായും തണലായും ഞാനുണ്ട്. മോളുടെ കാര്യം ഈ ജോർജ് ഏട്ടൻ ഏറ്റു. ഹലോ, ആഞ്ചമ്മേ.
അയാളെ ഇങ്ങോട്ട് വിടച്ചോ, ഞാൻ വെടിവെച്ച് കൊല്ലട്ടെ. അമ്മേ അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് വലിവിന്റെ അസുഖമുള്ളതാ. കണ്ടോ കണ്ടോ. വെക്കടി വെടി. ധൈര്യം ഉണ്ടെങ്കിൽ നീ ആദ്യം എന്നെ വെടിവെക്ക്, എന്നിട്ട് മതി എന്റെ മോനെ. ആർക്ക് വേണം നിന്നെ? എനിക്ക് ഇവളെ മതി, ഇവളെ. എന്റെ ഈശോയെ, ഈ മണവാട്ടിയെ നീ ഇയാളെ കെട്ടിയാലേ ഞാൻ വെടിവെച്ച് കൊല്ലും നിന്നെ. അപ്പൊ ഇത് നമ്മുടെ ബന്ധുക്കാരിയാ. ഇവളെ വാഴ വെട്ടുന്ന പോലെ വെടിവെച്ചിട്ടുണ്ട്. ചേച്ചിക്ക് പേടിയാണെങ്കിലേ ഞാൻ വെടിവെക്കാം. എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. മോളെ, ആദ്യം ഇവളെ വെടിവെച്ചിടാ, രണ്ടാമത് ഈ നിൽക്കുന്ന നാണം കെട്ട മനുഷ്യനെ. ജോർജ് ഏട്ടൻ എന്ത് പഴിച്ചു പാവം? ഇയാളാണല്ലോ ഇവളുടെ സംബന്ധക്കാരൻ. നാണമില്ലല്ലോടോ ഈ പ്രായത്തിൽ ഈ കൊച്ചു പെണ്ണിനെ കെട്ടാൻ. ആഞ്ചമ്മ ചേച്ചി ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല, വേണമെങ്കിൽ ചത്തട്ട് കെട്ടിക്കോ. ചുമ്മാ. ഓ അത് ശരി, അപ്പൊ അങ്ങനെയാണ് കളി. എടോ കളവാ, താൻ ആള് കൊള്ളാവല്ലോ. ഹ, അപ്പൊ ഇവള് തന്നെ പഴയ ചരക്കാണല്ലേ? ഹ. ആ കെട്ടാച്ചരക്കിനെയാണ് എന്റെ മോന്റെ തല കെട്ടിവെക്കാൻ നോക്കുന്നത് അല്ലേ? ഹ, എന്നിട്ടൊരു നാടകം കളി. നിങ്ങളിത് എന്തറിഞ്ഞട്ടാ? ജോർജ് ഏട്ടൻ പണ്ട് ഇവരെ കല്യാണം കഴിക്കാൻ പോയതാ. താലികെട്ടിന്റെ അന്ന് ജോർജ് പുണ്യാളിന്റെ വെളിപാടുണ്ടായി. താലി കെട്ടാതെ പുണ്യാളിനനുസരിച്ചാ ജോർജ് ഏട്ടൻ എന്നും ജീവിക്കണേ. പണ്ട് ജോർജ് ഏട്ടൻ താലി കെട്ടാതെ പോയ പെണ്ണ ഇവര്. ജോർജ് ഏട്ടൻ വേറെ കല്യാണം കഴിക്കാൻ പോണെന്ന് കേട്ടിട്ട് വന്നതാ. എന്തായാലും എനിക്ക് ഈ പെണ്ണിനെ വേണ്ട. എല്ലാം അമ്മേ. ഇപ്പൊ എന്താ ചെയ്യാച്ചാ? ജോർജ് ഏട്ടനൊന്ന് വന്നേ. മോളെ, വാ ജോർജ് ഏട്ടാ, ഞാൻ പറയട്ടെ. ആകെ പുലിവാല് പിടിച്ചൊരു പ്രശ്നം അത്. ജോർജ് ഏട്ടാ, ഞാൻ പെട്ടിരിക്കുക. ചെക്കന്റെ തള്ള സ്ത്രീധനത്തിന്റെ പേര് പ്ലേറ്റ് ഒന്ന് മറിച്ചേക്കുക. 101 ഗ്രാം സ്വർണം തരാന്ന പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞതും അപ്രകാരം ആ പാവങ്ങള് 12.5 പവൻ പെണ്ണിന്റെ കഴുത്തിലിട്ട് കൊടുത്തതും. ഇപ്പൊ പറയണു 101 ഗ്രാമല്ല 101 പവനാന്ന്. ആര് പറഞ്ഞു? ചെക്കന്റെ അമ്മ. അതെന്തിനാ? ഈ കല്യാണം നിശ്ചയിച്ചിട്ട് വർഷം 4 പക്ഷെ സ്വർണത്തിന് ഇപ്പൊ എന്താ വില? പവന് 23,000. അപ്പൊ ഇവര് പറയണ 101 പവന്റെ വില 23 ലക്ഷം. എങ്ങനെയുണ്ട് തലയുടെ പൂതി? പോയാ ഒരു വാക്ക് കിട്ടിയാലേ 23 ലക്ഷം. അച്ഛാ, ഞാനൊരു കളി കളിക്കും. അച്ഛൻ കൂടെ നിൽക്കുവോ? സ്ത്രീധനം എന്ന പിശാചിനെ തുരത്താൻ ഞാൻ എന്തിനും നിൽക്കും. എങ്കി വഴിയുണ്ട്. അച്ഛൻ വാ. ആശ്വാസം എന്റെ പുണ്യാളാ. എല്ലാം ഞാൻ അവതരിപ്പിച്ചോളാം, അച്ഛൻ കൂടെ നിന്നാ മതി. പെണ്ണിന്റെ അപ്പൻ അന്ന് പറഞ്ഞ 101 പവൻ ശ്രീധനം ഞങ്ങൾ തരും. അല്ലെങ്കിൽ അതിനു പകരം വിലയായ 23 ലക്ഷം രൂപ. സമ്മതിച്ചോ? സമ്മതിച്ചു. പക്ഷേ എന്താ ഉറപ്പ്? ഞങ്ങൾ ഉറപ്പ് തരുന്നു. എന്താ വിശ്വാസായില്ലേ? പറയൂ, സമ്മതമാണോ? സമ്മതം. എന്നാ താലികെട്ട് നടക്കട്ടെ. ഈ പള്ളിമുറ്റത്ത് വെച്ചോ? 23 ലക്ഷം വേണമെങ്കിൽ മതി. അത് നടക്കില്ല. നടക്കില്ലെങ്കിലേ ഓട്ടോ വിളിച്ചു പോ. നടക്കുവാഞ്ചമ്മേ. ഔദേ, ഈ ഇടയായിട്ട് എന്റെ ഒരു ഡയലോഗ് അങ്ങോട്ട് ഏക്കുന്നില്ലല്ലോ. വയസ്സായില്ലേ? കെട്ടട താലി. താലി താലി.
താലികെട്ട് കഴിഞ്ഞു. ഇനി ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ അംഗീകരിക്കാൻ ഞാൻ റെഡി. എന്നാൽ ഇന്ന് തന്നെ നിന്റെ അമ്മയെ അനാഥാലയത്തിലാക്കണം. എന്തിന്? എന്നാല് 101 പവൻ കിട്ടൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അമ്മായി അമ്മയും മരുമോളും എന്തായാലും ഒരു വഞ്ചിക്ക് പോകുന്നു തോന്നണില്ല. നീ ആലോചിച്ച് പറഞ്ഞാ മതി. ആലോചിക്കാനൊന്നുമില്ല. ഈ തള്ളനെ ഇന്ന് തന്നെ ഞാൻ അനാഥാലയത്തിൽ തട്ടും. എനിക്ക് വലുതേ 101 പവനാ. എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, എന്നെ അനാഥാലയത്തിൽ ചേർക്കല്ലേടാ. ലക്ഷങ്ങൾ കിട്ടുമ്പോഴല്ലേ ഈ ഉണക്കത്തള്ള. മോനെ, അയ്യോ. കളിക്കില്ലേ കളിക്കില്ലേ? ഞാൻ നിന്റെ അമ്മ മോനെ, എന്നെ പുറത്താക്കല്ലേ മോനെ. അതിന് പുറത്തല്ല, അനാഥാലയത്തിന്റെ അകത്തല്ല ആക്കണത്. വടി കൊടുത്ത അടി മേടിച്ചല്ലേ? വെറുതെ ഇരുന്ന മോനെ നിങ്ങളല്ലേ പിരികേറ്റി വിട്ടത്, അനുഭവിച്ചോ. വേണമെങ്കിൽ മരുമോളുടെ കാല് പിടിക്ക്. വേണ്ട, ഒരു സ്ത്രീ ഇത്രയ്ക്ക് അധപ്പതിക്കാൻ പാടില്ല. എടി കൊച്ചെ, സ്ത്രീധന മോഹിയ ഇവനെ നീ കെട്ടരുത്. ഞാനൊരു ഫെമിനിസ്റ്റാ. ഒരാൺ തുണയില്ലാതെയാ ഞാൻ ഇത്രയും കാലവും ജീവിച്ചത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ജോർജേട്ടാ എന്റെ 100 പവൻ. അച്ചോ ഇവന്റെ 100 പവൻ കൊടുക്കണ്ടേ? കൊടുക്കണം. ആ വാ. മോനെ സോണിച്ച, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. സമയമാകുമ്പോ എല്ലാം കൃത്യമായിട്ട് കിട്ടിക്കോളും. എന്നാ വേഗം താ. അച്ചായിക്കോടെ ഒന്ന് പിടിച്ചു നോക്കിക്കാതെ കൊട പിടിക്കച്ചോ. ഇത് കിട്ടിയിട്ട് 100 കാര്യമുള്ളതാ. ഇങ്ങോട്ട് തന്നേക്ക്. അച്ഛ, ജോർജേട്ടൻ കാണിച്ച് പണിയുണ്ട് അച്ഛ. നിനക്ക് സ്ത്രീധനം വേണമല്ലേ? കൊടുക്കച്ചോ കൊടുക്കച്ചോ. 23 ലക്ഷം 101 പവൻ വേണോടാ നിനക്ക്? അച്ഛന് ഓസ്തി കൊടുക്കാൻ മാത്രല്ലേ കുസ്തി പറയാല്ലേ? മതിയോടാ. സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങിക്കുന്നതും ക്രിമിനൽ കേസാ. നീ പറഞ്ഞതൊക്കെ അച്ഛനച്ഛന്റെ ഫോണിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. ശരിയാണ് അച്ഛ. ഇതെങ്ങാ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച കുറഞ്ഞതൊരു 20 വർഷമെങ്കിലും നീ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. പോണോ നിനക്ക് ജയിലിൽ? വേണ്ട. വേണോടാ നിനക്ക് 23 ലക്ഷം? അയ്യോ വേണ്ട. കേട്ടോ ജോർജേട്ടൻ പറയണത്? മര്യാദ ചവിട്ടി കൂട്ടും. സ്ത്രീധനം ചോദിക്കരുത്, കൊടുക്കരുത്, വാങ്ങരുത്. ഇതാരാ പറഞ്ഞത്? ജോർജേട്ടൻ. എന്നാ ആ ജോർജേട്ടൻ തന്നെ പറയുന്നു, കേരളപ്പള്ളിയിലേക്ക് പുണ്യാളച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ച് കെട്ടുറുവാന നടത്തറ. പോകാൻ വരട്ടെ. ഇതാണ് പറയുന്നത്, കിട്ടാനുള്ളത് കിട്ടിയ ആരായാലും പഠിച്ചു പോകും. എല്ലാവരും പള്ളിയിലേക്ക് കയറ്, കെട്ടുകുർബാന തുടങ്ങാൻ പോവാ. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ ജോർജേട്ടാ? പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ജോർജേട്ടൻ ആളാരാ മോൻ. പറഞ്ഞേക്കാ എല്ലാവരും പള്ളിയിലേക്ക് കയറിയാൻ. ചെല്ലു മോളെ. കേറാനാ പറഞ്ഞത്. കേറിക്കോ കേറിക്കോ. സൂക്ഷിച്ചു കിടക്കണേ. അച്ഛോ, എന്റെ കാര്യത്തിൽ ഒരു പരിഹാരം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് അനാഥാലയത്തിൽ വെച്ചിട്ടാണ്. അച്ഛോ, കൈവിടരുത് അച്ഛോ. കൈവിടും, കാരണം നിങ്ങൾ അവരെ ആദ്യം കൈവിട്ടില്ലേ. ഏതായാലും കുർബാന കഴിയട്ടെ, നമുക്ക് ആലോചിക്കാം. ഹലോ, ചെലവുണ്ട്. എന്തിനാ? അനാഥാലയത്തിലൊക്കെ പോകുന്നതല്ലേ? ഇവിടെ ഞാനിന്ന് തരം വെടിയുണ്ടേടി. ഓ, ഇവൻ പിന്നെ ഒന്നും തെറ്റിച്ച്.
പേടിച്ചു പോയോളൂ, തോക്കെടുത്തേ ഉള്ളൂ ഞാൻ. ജോർജ് ഏട്ടാ, ഇങ്ങനെ വല്ലവരെയും കല്യാണം നടത്തിയാൽ മതിയോ? ജോർജ് ഏട്ടനും വേണ്ട ഒരു കല്യാണം. ജോർജ്, ജോർജ്, നീ കല്യാണം കഴിക്കാൻ പോയാ ഇതുപോലെ കഷ്ടപ്പെടുന്ന നാട്ടുകാരുടെ കാര്യം ആര് നോക്കും? ഇല്ല പുണ്യാള, ഞാൻ കല്യാണം കഴിക്കില്ല. I am single. സിംഗിൾ. George the single. ആശ്രിതർക്ക് അത്താണിയും പാവങ്ങളുടെ കൈത്താങ്ങുമായ ജോർജേട്ടൻ നന്മയുടെ പൊതുസ്വത്തായി മാറുന്നു. ഒരു ഗ്രാമത്തിലെ തങ്കത്തിൽ പൊതിഞ്ഞ നന്മയുടെ കഥകൾ. ജോർജ് ദ സിംഗിൾ. നാടോടി നടക്കും ചേട്ടൻ, പേരറിയാം ജോർജേട്ടൻ. പുലിവാലു പിടിച്ചു വലിക്കും എന്നെന്നും ഈ ജോർജേട്ടൻ.